കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു. ശ്രീരക്തത നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ കത്തിജ്വലിക്കുന്നു. നല്ല ശോഭയോടുകൂടി നമുക്കെല്ലാവർക്കും കാണാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ. ആരെയും മനം മയക്കുന്ന രൂപത്തിലാണ് ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സമയത്തുള്ള അലങ്കാരം. ആ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണനെ എന്തൊരു ഭംഗിയാണെന്നോ കാണാൻ. ആ നട തുറന്ന സമയത്ത് ആ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണ നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക് ആ കണ്ണൻ്റെ ആ സച്ചിദാനന്ദക്കട്ടയുടെ ആ രൂപം കണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ. കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം നമുക്ക് സംവദിച്ച് താലോലിച്ചാലോ. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ടു ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയാ നിൽക്കണ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചോളൂ, പ്രതിഷ്ഠിച്ചോളൂ. ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ നമ്മളെ കൈവിടില്ല, നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടു കൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ജപിച്ചോളൂ. നാരായണ 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 ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ. യാതൊരു സങ്കോചവും വേണ്ട. ആ കണ്ണൻ കൈവിടില്ല നമ്മളെ. അത്രയും സ്നേഹലോലുപനാണ് നമ്മുടെ കണ്ണൻ. ആ കണ്ണനെ സ്നേഹത്തോടുകൂടി വിളിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ. ഈ നാമത്രയ മന്ത്രം നിത്യവും നമ്മൾ ഉപാസിക്കുക, നമ്മുടെ ഉപാസനാമന്ത്രമായി തിരഞ്ഞെടുക്കുക. ഈ കലികാലത്ത് ഏറ്റവും ഉത്തമമായ മന്ത്രമാണെന്ന് ഋഷീശ്വരന്മാർ അരുളി ചെയ്ത് നമുക്ക് തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം. ആർക്കും ചെല്ലാം, എപ്പോഴും ചെല്ലാം. ആ കണ്ണൻ്റെ ഈ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, സർവ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകും. ഈ കലികാലത്ത് ഭക്തന്മാർക്ക് ജപിക്കുവാനായി തന്ന ഈ അമൂല്യനിധി നമ്മൾ കൈവിടരുത്. ഉറച്ച വിശ്വാസത്തോടുകൂടി കണ്ണനെ പ്രാർത്ഥിച്ചോളൂ, നിത്യവും ഉപാസിച്ചോളൂ. നിത്യവും ഒരേ മന്ത്രം തന്നെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിന് ഫലസിദ്ധി കൂടുതലാണ്. അതുകൊണ്ട് നിത്യ ഉപാസനാ മന്ത്രമായി ഇത് തിരഞ്ഞെടുത്ത് എല്ലാവരും ഇത് ചൊല്ലുക. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ